ഹായ് ഹലോ നമസ്കാരം. പി എസ് സിക്ക് എപ്പോഴും ഇഷ്ട വിഷയമാണ് ഈ SCERT കണ്ടൻറ്റ്. പ്രത്യേകിച്ച് ഇപ്പം പാഠപുസ്തകം മാറിയ സ്ഥിതിക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് SCERT പാഠപുസ്തകത്തിൽ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ കുറച്ച് സസ്യജന്തുജാലങ്ങളുടെ കഥയൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ നിങ്ങളെ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ കങ്കാരു കൊയാല, ബി പ്ലാറ്റിപ്പസ് എക്കിഡ്ന, സി പെൻഗിൻ സീല്, ഡി ഹിമപ്പുലി ചുവന്ന പാണ്ട. കുറച്ച് വ്യത്യസ്തമായുള്ള ചോദ്യമായിട്ട് തോന്നാം. നമ്മളെന്ത് ചെയ്യുന്നു, എന്താണ് മാർസൂപ്പിയലുകൾ എന്നൊക്കെ കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ആൻസർ പരിശോധിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ പരിചയപ്പെടുത്തുന്നു. ഇതാ കാണാം, മുമ്പ് പരിചയപ്പെട്ടതായിരിക്കാം. ഓക്കെ, ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം, അതാണ് ഏത്? റഫ്ലേഷ്യ. ഓക്കെ, ഏറ്റവും വലിയ പുഷ്പമാണ് ഏത്? റഫ്ലേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ചിത്രം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. നമ്മൾ ഇടുക്കി, മൂന്നാർ ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന നീലക്കുറിഞ്ഞി. ഓക്കെ, ആ നീലക്കുറിഞ്ഞിയുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹിമപ്പുലിയുടെ ചിത്രമാണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് ഒരു ചുവന്ന പാണ്ടയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഏഷ്യയിലെ ചില സസ്യജാലങ്ങളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, അതേപോലെ തന്നെ ചുവന്ന പാണ്ട. ഓർത്ത് വെച്ചുള്ള ഏഷ്യയിലെ സസ്യജാലങ്ങൾക്ക് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? റഫ്ലേഷ്യ ഉണ്ട്, നീലക്കുറിഞ്ഞി ഉണ്ട്, അതേപോലെ തന്നെ ഹിമപ്പുലി ഉണ്ട്, അതേപോലെ തന്നെ ചുവന്ന പാണ്ട. ഓക്കെ, ഈ കാര്യം അവിടെ മനസ്സിലേക്ക് വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, നമ്മൾ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ആ വൻകര, ആഫ്രിക്ക വൻകര. ഓക്കെ, ആ ആഫ്രിക്ക വൻകരയിൽ ചില മൃഗങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം, അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ചിത്രം ഇതാ ഒരു ബയോബാബ് വൃക്ഷമാണ്. ബയോബാബ് വൃക്ഷം. ഓക്കെ, കുറച്ചുകൂടി വലിയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ കറുത്ത കാണ്ടാമൃഗം. ഓക്കെ, അതേപോലെ തന്നെ ആഫ്രിക്കൻ കാട്ടുനായ എന്നുള്ള ജീവിയാണ് കാണുന്നത്. നോക്കാം, ഇതാ ബയോബാബ് വൃക്ഷം എന്ന് പറയുന്ന വൃക്ഷമാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്താ പ്രത്യേകത? നമ്മളെ കേരളത്തിൽ, ഇന്ത്യയിൽ കാണുന്ന രീതിയിലുള്ള വൃക്ഷം അല്ല അല്ലേ. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള തടി, കുറച്ചുകൂടി വലുതായിട്ടുള്ളതും ശിഖരങ്ങൾ വളരെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ആ ബയോബാബ് വൃക്ഷമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അധിക സുന്ദരനായിട്ടുള്ള കറുത്ത കണ്ടാമൃഗത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ജീവികളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ആഫ്രിക്കയിലാണല്ലേ. ആഫ്രിക്കയിലെ ജീവജാലങ്ങൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ? ഒന്നാമത്തത് ആഫ്രിക്കൻ കാട്ടുനായ, അതേപോലെ തന്നെ ബയോബാബ് വൃക്ഷം, അതേപോലെ തന്നെ കറുത്ത കാണ്ടാമൃഗം. ഓക്കെ, ഇത്രയും വൃക്ഷങ്ങൾ ആണ്, അല്ലെങ്കിൽ വൃക്ഷം അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങളാണ് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സസ്യജന്തുജാലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ചിത്രം ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാണുന്നത് മൊത്തം കുറച്ച് ജീവികളാണ്. കൂട്ടപ്പാലായനം നടത്തുന്ന കുറച്ച് ജീവികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. കുറച്ച് വ്യത്യസ്തമായുള്ള കാഴ്ചയാണ്, നമുക്ക് സാധാരണ കാണാൻ പറ്റാത്തതാണ്. പക്ഷേ ആഫ്രിക്കയിൽ ഇത് സ്ഥിരം കാഴ്ചയാണ്. ഒരു പ്രത്യേക കാലയളവിൽ അവിടെ ചൂടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, കൂടുതലായിട്ട് ചൂട് പിടിച്ച് കിടക്കുന്ന വൻകരയാണ് ആഫ്രിക്ക വൻകര. അവിടെ കുറച്ച് ജീവികൾ കുറച്ച് കൂട്ടപ്പാലായനം ചെയ്യുന്ന കാലഘട്ടം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കൂട്ടപ്പാലായനാണ് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടത്. നെക്സ്റ്റ് അത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു മൈഗ്രേഷനാണ്. അത് സെറൻഗറ്റിയിലെ മൈഗ്രേഷനാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റമാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ പിക്ചറിലുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, സെറൻഗറ്റി എന്നുള്ള ആ കാലിക കുടിയേറ്റം, ആ സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റം. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെച്ചോളാം? സെറൻഗറ്റിയിലെ ലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്ന പിക്ചറാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കാലിക കുടിയേറ്റം എവിടെ കാണാം? നമുക്ക് ആഫ്രിക്കയിൽ കാണാം. ആഫ്രിക്കയിലെ ആ പ്രദേശമാണ് സെറൻഗറ്റി. ആ സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠപുസ്തകത്തിൽ പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ മൈഗ്രേഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളാം.
ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചിത്രം കാണിക്കുന്നു. ഇതാ വടക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് കാലിഫോർണിയ പോപ്പി. കാലിഫോർണിയ എന്ന് പറയുന്ന രാജ്യമൊക്കെ അല്ലെങ്കിൽ പ്രദേശമൊക്കെ എവിടെയാണുള്ളത്? നമുക്ക് വടക്കേ അമേരിക്കയിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചൊരു കള്ളിച്ചെടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതാണ് സെഗാരോ കള്ളിച്ചെടി. ഓക്കെ, സെഗാരോ കള്ളിച്ചെടി എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ മൂസ്. ഓക്കെ, നമുക്ക് അധികം പരിചിതമല്ലാത്തൊരു ചിത്രമാണല്ലേ മൂസ്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ട് ഈ പിക്ചറിനൊന്ന് കാണാം. ഓക്കെ, ഇതാ ഈ പിക്ചറാണ് നമ്മൾ ആദ്യം കാണിച്ചത്. പേരെന്താ? പേരെന്ന് പറയുന്നത് കാലിഫോർണിയ പോപ്പി എന്നാട്ടോ. കാലിഫോർണിയ പോപ്പി. ഇതാ കാലിഫോർണിയ പോപ്പിയുടെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നിങ്ങളെ കണ്ടിട്ടുള്ള ആ മൂസിൻ്റെ ചിത്രം കുറച്ചുകൂടി ഒന്ന് വലുതായി കാണിക്കാം. മൂസ്. ഓക്കെ, ഇത്തരം ജീവികളൊക്കെ എവിടെ കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ചില സസ്യജന്തുജാലങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് കാലിഫോർണിയ പോപ്പി, അതേപോലെ തന്നെ സെഗാരോ കള്ളിച്ചെടി, അതേപോലെ തന്നെ മൂസ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാൻ നമുക്ക്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അടുത്ത വൻകര എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയാണ്. ആ തെക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളെ നോക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ആൻഡിയൻ ലൂപ്പിനാണ്. ഇതാണ് ആൻഡിയൻ ലൂപ്പിൻ. ഒരു സ്തൂപികാഗ്ര വൃക്ഷമാണ് അല്ലേ, അതാണ് ആൻഡിയൻ ലൂപ്പിൻ. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ഭാഗമാണ് ആമസോൺ വാട്ടർ ലില്ലി എന്ന് പറയുന്നത്. ആമസോൺ വാട്ടർ ലില്ലി. ഓക്കെ, ആമസോൺ കാടുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. അവിടെ കാണപ്പെടുന്നതാണ് ഇത് ആമസോൺ വാട്ടർ ലില്ലി. അപ്പോൾ രണ്ടെണ്ണം ആൻഡിയൻ ലൂപ്പിനും അതേപോലെ തന്നെ ആമസോൺ വാട്ടർ ലില്ലിയും. ഓക്കെ, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലാമ എന്ന് പറയുന്ന ജീവിവർഗം ഇവിടെ കാണപ്പെടും തെക്കേ അമേരിക്ക. അതേപോലെ തന്നെ കാപ്പിബാര. ഓക്കെ, ഒരു എലിവർഗ്ഗപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ജീവിവർഗം അവിടെ കാണപ്പെടുന്നതാണ് കാപ്പിബാര. ഓക്കെ, അപ്പോൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ജീവിവർഗ്ഗങ്ങളാണ് ഇവയൊക്കെ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി എന്നീ സസ്യങ്ങൾ കാണാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ ലാമ, കാപ്പിബാര ഇതിനൊക്കെ എവിടെ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കേ അമേരിക്ക. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തൊരു ഭാഗം അന്റാർട്ടിക്ക. ഓക്കെ, പെൻഗ്വിനുകളൊക്കെ കൂടുതലായി കാണപ്പെടുന്ന വൻകര ഏതാ? അന്റാർട്ടിക്ക ആണല്ലേ. ഓക്കെ, അതേപോലെ തന്നെ വ്യത്യസ്തയിനം പായലുകൾ. ഓക്കെ, അതുകൊണ്ട് നിറഞ്ഞു കിടക്കുന്ന, അതായത് ആഫ്രിക്കയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉയരം കൂടിയ സസ്യജാലങ്ങളൊന്നും ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള പായലുകളൊക്കെ കാണപ്പെടുന്ന പ്രദേശമാണ് ഏത്? അന്റാർട്ടിക്ക എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അന്റാർട്ടിക്കയിലാണ് പായലുകളൊക്കെ, അത്തരത്തിലുള്ള പായലുകളൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പെൻഗ്വിനുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ സീലുകൾ. അന്റാർട്ടിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗമാണ് ഏത്? സീലുകൾ. ഓക്കെ, ഇത്രയാണ് ആ ഭാഗത്ത് കാണപ്പെടുന്ന സസ്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അടുത്ത വൻകര. ഓക്കെ, ആ വൻകരയാണ് യൂറോപ്പ് വൻകരയിലെ പ്രധാനപ്പെട്ട ഒരു ജീവിനെ നിങ്ങൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷം കാണാൻ നിങ്ങൾക്ക് കോർക്ക് ഓക്ക് മരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്? കോർക്ക് ഓക്ക് മരങ്ങൾ എവിടെ കാണപ്പെടുന്നു? യൂറോപ്പിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ആൽപൈൻ സ്റ്റെപ്പി പുൽമേട് ഏത് വൻകരയിൽ കാണപ്പെടുന്നെന്ന് മനസ്സിലാക്കി വെച്ചിരണം. അത് യൂറോപ്പാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പി പുൽമേടിൻ്റെ പേരാണെന്ത്? ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്. നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു മർജാര അല്ലെങ്കിൽ പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിവർഗം ലിങ്സ് അല്ല. ലിങ്സ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. യൂറോപ്പിലാണ്. അപ്പോൾ ഇത്തരം സസ്യജന്തുജാലങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് അടുത്ത വൻകര എന്ന് പറയുന്നത് ആസ്ട്രേലിയ. ഓക്കെ, ആസ്ട്രേലിയ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവിവർഗം നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് കങ്കാരൂക്കി ആയിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസൂപ്പിയലുകൾ. എവിടെ കാണപ്പെടുന്നത്? ആസ്ട്രേലിയയിലാണ് മാർസൂപ്പിയലുകൾ കാണപ്പെടുന്നത്. ഓക്കെ, എന്താ മാർസൂപ്പിയൽ എന്ന് പരിശോധിക്കാം. ഓക്കെ, മാർസൂപ്പിയൽ എന്ന് പറഞ്ഞാൽ ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കൊയാല ഓക്കെ എന്നിവയാണ് മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണം. അപ്പോൾ മാർസൂപ്പിയൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, എന്താണ്? ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു പോലെയുള്ള ആ ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർസൂപ്പിയലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികൾ ആസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഓക്കെ, സാധാരണഗതിയിൽ മുട്ടയിടുന്നവ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താറില്ല. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ സസ്തനികൾ എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്ലാറ്റിപ്പസ്,
എക്കിഡ്ന ഈ രീതിയിലുള്ള ജീവിവർഗ്ഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടയിടുന്നുണ്ട്. അതേപോലെ തന്നെ സസ്തനികളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസ്, എക്കിഡ്ന ഇവ കാണപ്പെടുന്നത് ആസ്ട്രേലിയ വൻകരയിലാണ്. ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് മാർസൂപ്പിയലാണ്. മാർസൂപ്പിയലുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കങ്കാരു, കൊയാല പോലെയുള്ള ജീവിവർഗ്ഗങ്ങളാണ്. എന്നാൽ മുട്ടയിടുന്ന സസ്തനികൾ എക്സാമ്പിൾ ഏതൊക്കെയാ? പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. ഓക്കെ, പിന്നെ അടുത്തായിട്ട് അവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ആ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ കാണാം പ്ലാറ്റിപ്പസിൻ്റെ ചിത്രം കാണാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഈ ഭാഗത്തായിട്ട് എക്കിഡ്ന എന്ന് പറയുന്ന ജീവിവർഗം കാണാം. ഓക്കെ, അതേപോലെ തന്നെ കൊയാല. ഓക്കെ, കുറച്ച് ക്ലിയർ അല്ലാത്ത പിക്ചർ ആയിരിക്കാം. യൂക്കാലിപ്സ് എന്ന് പറയുന്ന മരം ഓക്കെ സുപരിചിതമായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ അക്വേഷ്യ. ഓക്കെ, ആ രീതിയിലുള്ള അക്വേഷ്യയുടെ യൂക്കാലിപ്സ് മരങ്ങളും അതേപോലെ തന്നെ വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഈ രണ്ട് ചിത്രങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിലും ബാക്കിയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർസൂപ്പിയലുകൾ എവിടെ കാണപ്പെടുന്നു, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ ആ രീതിയിലൊക്കെയാണ് PSC ചോദിക്കാൻ ചാൻസ്. ഓക്കെ, ഇനി വരുന്ന പരീക്ഷകളിൽ ഇങ്ങനെയുള്ള ടേമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, PSC ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പരിചയപ്പെട്ട ആ ചോദ്യത്തിലേക്കൊന്ന് കടക്കുകയാണ്. ഇതായിരുന്നു നമ്മളുടെ ചോദ്യം. താഴെ പറയുന്നവയിൽ മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണം ഏതൊക്കെ? അപ്പോൾ ആൻസർ ഏത് വരും? കങ്കാരു, കൊയാല എന്ന രീതിയിലാണ് ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം SCERT പാഠപുസ്തകം ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് ഇനിയുള്ള പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തിക്കാം. അപ്പം ഇത്തരം ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുക. മറ്റുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ. ഓക്കെ, ബായ്.